ഓക്കെ, നമ്മളിപ്പോൾ ഇന്ന് നോക്കുന്നത് ആദ്യം നമുക്കൊരു സർക്യൂട്ട് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസുകളും സെല്ലുകളും കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാക്കുന്ന ഒരു കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കണക്ഷനെയാണ് നമ്മൾ പറയുന്നത് സർക്യൂട്ട് എന്ന്. ഓക്കെ, അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്ക് അതിലെ റെസിസ്റ്ററുകളെയും സെല്ലുകളെയും കണക്ട് ചെയ്യാം. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പിൽ നമ്മൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? പാരലൽ ആയിട്ട് കണക്ട് ചെയ്യും, ദെൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പാരലൽ ആയിട്ടും കണക്ട് ചെയ്യും, സീരീസ് ആയിട്ടും കണക്ട് ചെയ്യും. പാരലൽ കണക്ഷൻ എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഇപ്പോൾ ഒരു പോയിന്റിൽ നിന്നും റെസിസ്റ്ററിൻ്റെ ഒരു എൻഡ്, ദെൻ അത് എൻഡ് ചെയ്യുന്ന പോയിന്റിലേക്ക് തന്നെ അടുത്ത റെസിസ്റ്റൻസിൻ്റെ എൻഡ്. ഓക്കെ, ഇതാണ് പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. R1 R2. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? R ആയിരിക്കും. ഓക്കെ, R ആണ് നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഓക്കെ, ദെൻ സീരീസ് ആണെങ്കിൽ ആ കണക്ഷൻ്റെ പ്രത്യേകത എന്താണ്? ഇതേ ഒരു റെസിസ്റ്റൻസ് അതിൻ്റെ മറ്റേ എൻഡിൽ നിന്നും അടുത്ത റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, R1 R2. ഞാനിത് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി എളുപ്പത്തിന് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ 8th പഠിച്ചിട്ടുള്ളതാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഓക്കെ, ഒരു കുറച്ച് കുട്ടികൾ, ഇപ്പം നമ്മളിപ്പോൾ കുട്ടികളാണ്, നമ്മളൊക്കെ കുട്ടികളാണെന്ന് വിചാരിക്കുക, നിങ്ങളൊക്കെ കുട്ടികളാണല്ലോ. അപ്പോൾ കറണ്ടാണ്. അപ്പോൾ നമ്മൾ ശരിക്കും അത് കറണ്ടാണ്, എങ്കിലും അത് ഫ്ലോ ചെയ്യുന്നു വിയ ദിസ് വയർ. ഓക്കെ, വയറിലൂടെ വരുന്നു. അപ്പോൾ ഇപ്പോൾ പാലത്തിലൂടെ കുട്ടികൾ ഓടി വരുമ്പോൾ രണ്ട് പാലം കാണുമ്പോൾ സ്വാഭാവികമായി കുട്ടികൾ എന്ത് ചെയ്യും? രണ്ട് പാലത്തിലോട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവും അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? റെസിസ്റ്റൻസ്, അതായത് പാരലൽ കണക്ഷനിൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? I1 ആയിട്ടും I2 ആയിട്ടും സ്പ്ലിറ്റ് ആവുന്നു. ഓക്കെ ആണോ? കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? R1 I1 ആയിട്ടും I2 R2 സ്പ്ലിറ്റ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ ആണോ? ദെൻ സീരീസ് കണക്ഷനിലാണെങ്കിൽ എന്താണ്? കുട്ടികളത് ഒരു പാലത്തിലൂടെ പോകാൻ പറ്റുള്ളൂ, അല്ലേ? കറണ്ട് എന്താണ്? അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണോ? ദെൻ അടുത്തത് എന്താണ്? നമ്മൾ റെസിസ്റ്റൻസ് പറഞ്ഞു, കറണ്ട് പറഞ്ഞു, ഇനി പൊട്ടൻഷ്യൽ അല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ V എന്ന് പറയും. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയാണ്? പാരലൽ കണക്ഷനിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയായിരിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും പാരലലിൽ. ദെൻ സീരീസിലാണെങ്കിൽ കറണ്ട് ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞ്, അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും, അതായത് V = V1 + V2 ആയിരിക്കും. ദെൻ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇപ്പോൾ പാരലൽ കണക്ഷൻ ആണെങ്കിൽ എന്താണ്? നമ്മളിപ്പോൾ ഓംസ് ലോ നമുക്കറിയാം അല്ലേ? അക്കോർഡിംഗ് ടു ഓംസ് ലോ V = IR ആണ്. അപ്പോൾ I എന്ത് വരും? V/R എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? V/R I1 എന്താണ് വാല്യൂ? V1/R1 + V2/R2. സിൻസ് ദ വോൾട്ടേജ് ഈസ് ഈക്വൽ അല്ലേ? V വന്നിട്ട് എന്താണ്? ഈക്വൽ ആണ്. സോ V1 V2 എല്ലാം ഈക്വൽ ആയതുകൊണ്ട് നമ്മളതിനെ ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ 1/R = എന്ത് കിട്ടി? 1/R1 + 1/R2 എന്ന് കിട്ടി. ഇതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ കണക്ഷൻ. എന്നാൽ സീരീസ് കണക്ഷൻ ആണെങ്കിലോ വോൾട്ടേജ് ആണ് സെയിം അല്ലേ? സോ എങ്ങനെയാണ്? V = IR അക്കോർഡിംഗ് ടു ഓംസ് ലോ. ഓക്കെ, അപ്പോൾ V എന്താണ്? V1 ഉം V2 ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നു. I എന്ന് പറയുന്നത് ഈക്വൽ ആണ്. സോ നമ്മൾ എങ്ങനെ എഴുതാം? IR = I കോമൺ പുറത്തേക്ക് എടുക്കുന്നു, R1 + R2
which is equal to R equal to the effective resistance R equal to R1 plus R2 എന്ന് കിട്ടി. അത് ഏതിലാണ്? സീരീസ് കണക്ഷനിലാണ്. ഓക്കെ, പാരലൽ കണക്ഷനിൽ I1 by R equal to 1 by R1 plus 1 by R2 എന്നും സീരീസ് കണക്ഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R equal to R1 plus R2 എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ നോർമലി ഉള്ള കണക്ഷൻ സർക്യൂട്ടുകൾ, സിമ്പിളായിട്ടുള്ള കണക്ഷനുകളിലെല്ലാം എന്താണ്, ഇങ്ങനെ നമ്മൾക്ക് അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുകയും ഈ ഓംസ് ലോ ഉപയോഗിച്ച് അതിൻ്റെ കറണ്ട്, വോൾട്ടേജ് അത് ഏതാണോ നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് അത് കണ്ടുപിടിക്കുകയും ചെയ്യാം. പക്ഷെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ടുകൾ വരുമ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഒരു പുതിയ ലോ പഠിക്കുന്നത്, കിർച്ചോഫ് ലോ. ഓക്കെ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അതായത് നേരിട്ട് ഇപ്പോൾ പാരലൽ കണക്ഷനോ സീരീസ് കണക്ഷനോ അല്ലാത്ത കണക്ഷനുകളെ, ഓക്കെ, അല്ലെങ്കിൽ എല്ലാം മിക്സായി വരുന്ന ടൈപ്പ് കണക്ഷനുകളൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്കത് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിനെ കിർച്ചോഫ് ലോ യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ സോൾവ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ഞാനിപ്പോൾ സ്ക്രീൻഷോട്ടിൽ ഞാൻ സ്ക്രീനിൽ കാണുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, വായിക്കൂ. ഇപ്പോൾ നമ്മളൊരു കണക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ I എന്ന് പറയുമ്പോൾ കറണ്ടാണല്ലേ, അതിൻ്റെ ആ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ഒരു ആരോ മാർക്ക് യൂസ് ചെയ്തിട്ട് ഒരു ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, ഇഫ് ഒരു ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ടാണെങ്കിൽ അതിന് നമ്മൾ പോസിറ്റീവ് സൈൻ കൊടുക്കുന്നു. ഓക്കെ ആണോ? ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ടാണെങ്കിൽ +I ആണ് കൊടുക്കുക. ജംഗ്ഷനിൽ നിന്നും പോകുന്ന കറണ്ടാണെങ്കിൽ എന്ത് ചെയ്യും, -I കൊടുക്കും. അപ്പോൾ ഡയറക്ഷൻ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ അപ്പോൾ I നെഗറ്റീവ് ആവണമെങ്കിൽ അവിടെ നിന്ന് പോകുന്ന കറണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ ആരോ മാർക്ക് ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ അതിൽ സൈൻ ഇട്ട് കൊടുക്കാൻ. ഓക്കെ ആണോ? ദെൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിലുള്ള പൊട്ടൻഷ്യലിൻ്റെ വ്യത്യാസം. പോസിറ്റീവിൽ നിന്നും ആരംഭിച്ച് നെഗറ്റീവിലേക്ക് ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യലിൽ ഉണ്ടാവുന്ന വ്യത്യാസം എത്രയാണോ അതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ആ ബാറ്ററിയുടെ EMF ആണ്, അതായത് ആ ബാറ്ററിയുടെ നമ്മളിപ്പോൾ കറണ്ട് ചാർജ് എന്നൊക്കെ നമ്മൾ പറയുമല്ലേ, ആ EMF ആണ് നമ്മൾ ഇവിടെ എപ്സിലോൺ സൈനിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്താണ് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് പോകുമ്പോൾ ആ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് r, കാരണം ഒരു ചെറിയൊരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ EMF -IR എന്ന് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും നമ്മൾ പറഞ്ഞു, ക്ലിയർ ആണല്ലോ. ദെൻ V = എന്താണ്, അത് പോസിറ്റീവ് കണക്ഷനിലാണെങ്കിലാണ്. ഇനി എന്താണ്, നെഗറ്റീവ് കണക്ഷനിലാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇഫ് ഫ്രം P to N ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V = അതായത് EMF +IR എന്ന് വരും. ക്ലിയർ ആണോ? ദെൻ നമ്മൾ ആ സൈനുകൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഈ V + IRും V = EMF +IRും -IRും ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് രണ്ട് ലോകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ റൂളാണ് ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത്. അതായത് അറ്റ് എനി ജംഗ്ഷൻ, അതായത് ഇപ്പോൾ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഈ A എന്ന പോയിൻ്റ് കാണുന്നില്ലേ, ഇതാണ് ജംഗ്ഷൻ. ഓക്കെ, ഈ A എന്ന പോയിന്റിലേക്ക് I3 വരുന്നു, I3 വരുന്നുണ്ട്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്, I1ഉം പോകുന്നുണ്ട്. Aയിൽ നിന്നും I1 മുകളിലേക്കാണ് ഡയറക്ഷൻ, I2 താഴോട്ടാണ് ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ A എന്ന ജംഗ്ഷൻ മനസ്സിലായില്ലേ, 3 കറണ്ടാണ്. I3 എന്ന കറണ്ട് ഇൻകമ്മിങ് ആണ്. ദെൻ ഫ്രം A I1 I2 ആർ ഔട്ട് ഗോയിങ്. സോ നമുക്ക് എന്ത് പറയാം, അറ്റ് എനി ജംഗ്ഷൻ ദ സം ഓഫ് ദ കറണ്ട് എൻറ്ററിങ് ദ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ കറണ്ട് ലീവിങ് ദ ജംഗ്ഷൻ. അപ്പോൾ I3 = നമ്മളിപ്പോൾ കാണിച്ച ഫിഗറിലാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, I3 = I1 + I2 എന്ന് നമുക്ക് പറയാം. ഇതാണ് ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് റൂളാണ് ലൂപ്പ് റൂൾ. ഓക്കെ, അതായത് ദ ആൾജിബ്രൈക് സം ഓഫ് ചേഞ്ചസ് ഇൻ ദ പൊട്ടൻഷ്യൽ around a closed loop
ഇൻവോൾവിങ് റെസിസ്റ്റേഴ്സ് ആൻഡ് സെൽസ് ഇൻ ദ ലൂപ്പ് ഈസ് 0. എന്താണ്? ഒരു ക്ലോസ്ഡ് ലൂപ്പിലാണെങ്കിൽ, ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുമ്പോൾ നോക്കിക്കോളൂ, ഈ I1 എയിൽ നിന്നും I1 പോകുന്നു, 30 ഓമുള്ള ആ റെസിസ്റ്റൻസിലൂടെ പാസ് ചെയ്യുന്നു, H എന്ന പോയിന്റ് പാസ് ചെയ്യുന്നു, ഡിയിലൂടെ വരുന്നു, സിയിലൂടെ വരുന്നു, ദെൻ 1 ഓമുള്ള റെസിസ്റ്റൻസ്, ബിയിലൂടെ 40 ഓമുള്ള റെസിസ്റ്റൻസ്, എന്നിട്ട് I3 ആയി തിരിച്ചെത്തുന്നു. അപ്പോൾ അതൊരു ക്ലോസ്ഡ് ആയി. തിരിച്ച് എയിലേക്ക് തന്നെ എത്തിയില്ലേ? ഒന്നുകൂടെ പറയാം, AHDCBA. അപ്പോൾ അതൊരു ക്ലോസ്ഡ് ലൂപ്പാണ്. ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി ആ പോയിന്റിലേക്ക് തന്നെ എത്തുന്ന ക്ലോസ്ഡ് ലൂപ്പ്. അങ്ങനെയുള്ള ക്ലോസ്ഡ് ലൂപ്പിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇത് രണ്ട് ആണ് നമ്മൾ കിർച്ചോഫ് ലോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം? അതുപയോഗിച്ചുള്ളൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ഫിഗറാണ് നമ്മുടെ പ്രോബ്ലം ഫിഗർ. ഓക്കെ ആണല്ലോ? നമുക്കതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫിഗർ. ഓക്കെ, അപ്പോൾ ഇതൊരു നോക്കൂ, പാരലൽ സീരീസ് എന്ന് നമുക്ക് പറഞ്ഞെഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഫിഗർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ കുറച്ച് ലൂപ്പുകളായി കൺസിഡർ ചെയ്തിട്ട് കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്തിട്ട് ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യം ഇതിലെ പാത്തൊന്ന് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 10 വോൾട്ട് എന്നുള്ള ഈ ഒരു സെല്ലിൽ നിന്നും കറണ്ട് പാസ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ഇവിടെ ആരോ മാർക്ക് ശ്രദ്ധിക്കൂ. എയിലെത്തുന്നു, എയിൽ നിന്നും 3 സ്പ്ലിറ്റ് ആവുന്നു. ഇങ്ങോട്ട് ഒരു ബിയിലോട്ട് പോകുന്നുണ്ട്, ഡിയിലോട്ട് പോകുന്നുണ്ട്, A' പോകുന്നുണ്ട്. ഓക്കെ, ഇയിൽ നിന്ന് വരുന്നത് 3 സ്പ്ലിറ്റ് ആവുന്നു. ദെൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സിയിൽ നോക്കൂ, സിയിലേക്ക് ഇവിടെ നിന്നും വരുന്നുണ്ട്. ഇതേതാണ് പോയിന്റ്? B' ടു B'. ഓക്കെ, ബിയിൽ നിന്നും B' എത്തുന്നുണ്ട്, ഡിയിൽ നിന്നും D', നിന്നും C', നിന്നും തിരിച്ച് എയിലേക്ക് എത്തുന്നുണ്ട്. കണ്ടില്ലേ? ഇപ്പം ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് വന്നിട്ട് ഇതൊരു ക്യൂബാണ്, അതിൻ്റെ 12 എഡ്ജുകളിലും നമ്മൾ റെസിസ്റ്റൻസ് വെച്ചിട്ടുണ്ട്. അത് പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആണ്. അതിൻ്റെ കറണ്ടുകളുടെ കണക്ഷനും ഇപ്പം ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ബാക്കി നമുക്ക് ഇതിൻ്റെ അനുസരിച്ച് പറഞ്ഞു പോവാം. ഓക്കെ, ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ എയിലോട്ട് വരുന്ന കറണ്ടിനെ നമ്മൾ 3I എന്ന് പറയുന്നു. ഓക്കെ, 3 × I എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഈസിലി എഴുതാൻ സാധിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 3I. അപ്പോൾ 3I ആവുമ്പോൾ എന്ത് ചെയ്യും? AB പോകുന്നതിന് I എന്നും ADയിലേക്ക് പോകുന്ന ആ ആരോ മാർക്കിന് മറ്റൊരു I ആയിട്ടും A' പോകുന്നതിന് മറ്റൊരു I ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ ആണല്ലോ? ദെൻ ഈ എയിൽ നിന്നും ബിയിലെത്തുന്ന I എന്ന കറണ്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ 2 സ്പ്ലിറ്റ് ആവുന്നു. അല്ല, ഈ പോയിന്റ് നോക്കൂ, ഇവിടെ 2 സ്പ്ലിറ്റ് ആവുന്നുണ്ട്. സോ നമുക്ക് എന്ത് എഴുതാം? I/2 എന്ന് എഴുതാം. ഓക്കെ ആണോ? ദെൻ ഈ I എന്ന കറണ്ട് A'-ലെത്തുമ്പോൾ എന്തായി? 2 സ്പ്ലിറ്റ് ആവുന്നു അല്ലേ? A' ടു ബിയും B' A' ടു D'. അപ്പോൾ എന്താണ്? I/2 എന്ന് കിട്ടി. ദെൻ തിരിച്ച് നോക്കൂ, ഈ D' നിന്നും സിയിലേക്ക് എത്തി, B' നിന്നും I/2 എവിടെ എത്തി? C'-ലെത്തി അല്ലേ? പിന്നെ ഈ സിയിലെത്തിയ I/2 എന്ത് ചെയ്തു? C'-ലെത്തി. അപ്പോൾ C'-ലെത്തിയപ്പോൾ പിന്നെയും കറണ്ട് എത്രയായി അല്ലേ? 3. നോക്കൂ, ഇവിടെ ഒരു I. അപ്പോൾ 3I ആയില്ലേ? C'-ലെത്തിയപ്പോൾ പിന്നെയും 3I ആയി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോസ്ഡ് ലൂപ്പ് ABCC'E ഓക്കെ ആണല്ലോ? ABCC' ഇതുവഴി ഈ ഇയിലൂടെ A എത്തുന്നു. ഓക്കെ ആണോ? അപ്പോൾ ഇങ്ങനെയുള്ള ഈ ക്ലോസ്ഡ് ലൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്ലൈയിങ് കിർച്ചോഫ് ലോ. നമ്മൾ ഈ ലൂപ്പിലോട്ട് നമ്മൾ കിർച്ചോഫ് സെക്കൻഡ് ലോ, ഏതാണ് സെക്കൻഡ് ലോ?
ലൂപ്പ് റൂള്. ഓക്കെ, ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുന്നു. എന്തായിരുന്നു ലൂപ്പ് റൂള്? ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് മൈനസ് ഐ ആർ മൈനസ് 1/2 ഇൻറ്റു ഐ ആർ മൈനസ് ഐ ആർ പ്ലസ് ദ ഇ എം എഫ് ഈക്വൽ ടു 0. ഓക്കെ, നമ്മൾ ക്ലോസ്ഡ് സർക്യൂട്ട്, ഈ ക്ലോസ്ഡ് സർക്യൂട്ടാണ് പറയുന്നത്. എ ബി സി സി ഡാഷ് ഇയിലൂടെ വരുന്നു, ദെൻ എ. ഓക്കെ, അതിലെന്താണ് നമ്മൾ കിട്ടിയത്? അതിൻ്റെ മൈനസ് ഐ ആർ മൈനസ് ഹാഫ് ഐ ആർ പ്ലസ് മൈനസ് 1 ഐ ആർ പ്ലസ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. എന്താ ഇതിലെന്തൊക്കെയാണെന്ന് അറിയാലോ? ഐ കറണ്ടാണ്, ആർ റെസിസ്റ്റൻസ് ആണ്, ദെൻ എന്താണ്? ഐ കറണ്ട്, ആർ റെസിസ്റ്റൻസ്, ഇ എം എഫ്. Okay, then R is the resistance of each edge and E is the EM of the battery. Okay ആണല്ലോ? Then ഇതിലൂടെ അല്ലേ പാസ് ചെയ്യുന്നത് ഈ റെസിസ്റ്റൻസ് I. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇതിനെ എങ്ങനെ എഴുതാം? ഇ എം എഫ് ഇസ് ഈക്വൽ ടു, ഇ എം എഫ് ഇവിടെ നിർത്തുന്നു. ഇത് നമുക്ക് 0 ആണെന്ന് സെക്കൻഡ് റൂൾ ഓഫ് കിർച്ചോഫ് ലോ പ്രകാരം അറിയാം. എന്നിട്ട് ഇ എം എഫ് ഇവിടെ നിർത്തുന്നു. ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സിനെയും ആ സൈഡിലോട്ട് എടുക്കുന്നു. ഐ ആർ പ്ലസ് 1/2 ഐ ആർ പ്ലസ് ഐ ആർ. ഓക്കെ, അപ്പോൾ എല്ലാം കൂടെ നമുക്ക് എത്ര വരും? 5/2 ഐ ആർ എന്ന് വരും. ഓക്കെ ആണല്ലോ? ദെൻ ദ ഇക്വാലന്റ് റെസിസ്റ്റൻസ് ഓഫ് ദ നെറ്റ്വർക്ക് ഈസ്, ഇക്വാലന്റ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇക്വാലന്റ് റെസിസ്റ്റൻസ്, ഇക്വാലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നമ്മുടെ ഐ എന്ന് പറയുന്നത് എത്രയാണ്? 3i ആണ്. ഓക്കെ, ആർ ഈക്വൽ ടു, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ 2EMF ബൈ 5i. ഓക്കെ, സോറി, നമ്മുടെ ഐ ഈക്വൽ ടു ആണ് നമുക്ക് അറിയാവുന്നത് 3i. സോറി, ആർ ഈക്വൽ, സിൻസ് ഐ ഈക്വൽ ടു 3i, നമുക്ക് 3i ആണല്ലേ? എന്താ നോക്കൂ, ഇവിടെ നോക്കൂ, 3i അല്ലേ? അപ്പോൾ എന്താണ്? ഐ 3i ആകുമ്പോൾ ഇ എം എഫ് ഈക്വൽ ടു 5/2 ഇൻറ്റു 3i ഇൻറ്റു ആർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വാലന്റ് റെസിസ്റ്റൻസ് ആർ ഇക്വാലന്റ്, ഓക്കെ, ഈക്വൽ ടു ഇ എം എഫ് ബൈ 3i. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 5/6 ആർ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ദെൻ ഇതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ എന്ത് ചെയ്യാം? നമ്മൾക്ക് ആർ ഈക്വൽ ടു 1 ഓം. ഇഫ് നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ഓം ആണെങ്കിൽ അത് എങ്ങനെയാണ് ബാലൻസ് കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, ഇഫ് ആർ ഈക്വൽ ടു 1 ഓം, നമ്മുടെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് അല്ലേ? ആർ ഇ ക്യൂ, ഇക്വാലന്റ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് പറഞ്ഞു നമ്മൾ? 5/6 ഓം ആയിരിക്കും. എന്തുകൊണ്ടാണ്? സിൻസ് ആർ, ഇവിടെ ഞാൻ ഇക്വേഷൻ ഒരിക്കൽ കൂടെ എഴുതുന്നുണ്ട്. ആർ ഇ ക്യൂ ഈക്വൽ ടു 5/6 ആർ ആണ്. സോ എന്താണ്? ആർ 1 ഓം ആകുമ്പോൾ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്താണ്? 5/6 ഓം ആണെന്ന് കിട്ടി. എത്ര വോൾട്ടിന്? 4 ഇ എം എഫ് ഈക്വൽ ടു 10 വോൾട്ട്. ഓക്കെ, അപ്പോൾ കറണ്ട് നോക്കൂ, സോറി, ടോട്ടൽ കറണ്ട് ഈക്വൽ ടു 3i അല്ലേ? നമ്മൾ ആ ഫിഗർ വരച്ചതിൽ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ 3i എന്ന കറണ്ടിന് ഇ എം എഫ് 10 വോൾട്ട് ആണ്. ഇക്വാലന്റ് റെസിസ്റ്റൻസ് 5/6 ഓം ആണെങ്കിൽ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. കറണ്ട് ഈക്വൽ ടു വി ആർ അല്ലേ? അപ്പോൾ 10 വോൾട്ട് ബൈ 5/6 ഓം, വി ബൈ ആർ, ഓംസ് ലോയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12 ആംപെയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഐ ഈക്വൽ ടു എന്താണ്? 12/3 വിച്ച് ഈസ് ഈക്വൽ ടു 4 ആംപെയർ. ഈസിലി നമുക്ക് ആൻസർ കിട്ടിയില്ലേ? ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഈച്ച് എഡ്ജ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഈ ഐ ഉപയോഗിച്ച് നമ്മുടെ ഇമേജിലെ ഐ 3i എത്രയാണ്? ഐ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ, i/2i സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അല്ലേ, ഓരോ എഡ്ജിലെയും നമ്മൾ ഫിഗർ നോക്കിയിട്ട് നമുക്ക് പറയാം. അപ്പോൾ i/2 എത്രയാണ്? i ഈക്വൽ ടു 4 ആണെങ്കിൽ i/2 എന്ന് പറയുന്നത് എത്രയാണ്?
2 ആംപിയർ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ എ ഡാഷ് ഡി ഡാഷ് എ ഡാഷ് ബി ഡാഷ് എല്ലാം I/2 ആണ് അല്ലേ? അതെല്ലാം നമുക്ക് ഈ വാല്യൂസ് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ഫിഗർ ഒന്ന് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ എ എന്ന ഒരു ജംഗ്ഷനിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഒരു പോയിന്റ് വരയ്ക്കുന്നു ബിയിലോട്ട്. ദെൻ എയിൽ നിന്നും ഒരു സെല്ല് വഴി മറ്റൊരു റെസിസ്റ്റൻസ് ഓഫ് 1 ohm, ഇത് 4 ohm ആണ്, ബിയിലോട്ട് കണക്ട് ചെയ്തത്. ദെൻ മറ്റൊരു റെസിസ്റ്റൻസ് 1 ohm കണക്റ്റിംഗ് ടു സി. ദെൻ എയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു റെസിസ്റ്റൻസ് ഓഫ് 4 ohm കണക്റ്റിംഗ് ടു ഡി. ഓക്കെ, എന്നിട്ട് ഈ 3 കൂടെ കണക്ട് ചെയ്യുന്നു, ഈ 3 വയർ കൂടെ കണക്ട് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, ഈ ബിയിൽ നിന്നും ഒരു സെല്ല്, ഓക്കെ, ബി ഒരു സെല്ലിലോട്ട് കണക്ട് ചെയ്യുന്നു, ആ സെല്ലിനെ ഡിയിലോട്ടും കണക്ട് ചെയ്യുന്നു. ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആയില്ലേ? ഓക്കെ, ഈ സെല്ലിൻ്റെ EMF എന്ന് പറയുന്നത് 5 വോൾട്ട് ബാറ്ററിയാണ് ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നുണ്ട്, സി ടു ഡി ഒരു റെസിസ്റ്റൻസ് ഓഫ് 2 ohm കണക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ബി ടു സി ഒരു കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് 2 ohmൻ്റെ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, മൊത്തം എത്ര റെസിസ്റ്റൻസ് ഉണ്ട് നോക്കൂ, മൊത്തം 5 റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു 5 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ എ എന്ന ജംഗ്ഷനിൽ നിന്നും കറണ്ടുകൾ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പം ബിയിൽ നിന്നും സിയിലോട്ട്, പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ടല്ലേ? അപ്പോൾ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ട് ഇങ്ങോട്ടാണ് കറണ്ട് ഫ്ലോ, I3 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അത് ബിയിൽ നിന്നും ഏതിലൂടെ വരുന്നു, താഴോട്ട് വരുന്നു. ഓക്കെ, ദെൻ എയിൽ നിന്നും ഇവിടേക്കാണ് ആരോ, എന്താണ്, ഇതിലൂടെ വരുന്ന കറണ്ട് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്. ദെൻ നെഗറ്റീവിലോട്ട് എത്തുകയാണ്. അപ്പം I3 എത്രയാണോ പോകുന്നത് അത് തന്നെയാണ് തിരിച്ചെത്തുന്നത്. ഇവിടെ നമുക്ക് എന്ത് എഴുതാം, I2 പ്ലസ് I3 എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ I2. ഇവിടേക്കുള്ള കറണ്ട്, നമ്മൾ എല്ലാ കറണ്ടും I1 മൈനസ് I2. ദെൻ കറണ്ട് എയിൽ നിന്നാണ് പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, ഡിയിലേക്ക് എത്തുന്നു. ദെൻ ഡിയിലോട്ട് വരുമ്പോൾ I2 I3 ഇവിടെ നിന്ന് വന്നു, ഇവിടത്തേക്ക് ഒരു കറണ്ട് I1 എന്നുള്ള കറണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട് അല്ലേ? I2 പ്ലസ് I3 ഇങ്ങോട്ട് വരുന്നുണ്ട്, അത് I1 ആയി സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ സിയിൽ നിന്നും ഡിയിലോട്ട് വരുന്ന കറണ്ട് എത്രയായിരിക്കും, I2 മൈനസ് I3 മൈനസ് I1. ഓക്കെ, I1 എന്നുള്ള കമ്പോണൻറ്റ് ഇങ്ങോട്ട് പോയതുകൊണ്ടാണ് സിയിൽ നിന്നും എയിലോട്ട്. ഓക്കെ, കണക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈച്ച് ബ്രാഞ്ചിനെയും ഓരോ കണക്ഷൻ ആയിട്ടും അതിൽ ഓരോ ലൂപ്പുകൾ, ഓരോ ക്ലോസ്ഡ് ലൂപ്പ്, ACDA അതൊരു ക്ലോസ്ഡ് ലൂപ്പാണ്. ഓക്കെ, അങ്ങനെ ഓരോ ക്ലോസ്ഡ് ലൂപ്പുകളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഏത് ലൂപ്പാണ് എടുക്കുന്നത്, ADCA എന്ന ലൂപ്പ് എടുക്കുകയാണ്. നോക്കൂ, ADCA ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു ക്ലോസ്ഡ് ലൂപ്പ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ എഴുതാം, മൊത്തം എത്ര വോൾട്ടാണെന്ന് നോക്കൂ. ഇത് 10 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. ഈ ഒരു സർക്യൂട്ടിലെ വോൾട്ടേജ് എത്രയാണ്, 10 വോൾട്ട് അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ അത് എഴുതുന്നു, 10 വോൾട്ട് മൈനസ് കറണ്ടുകൾ നോക്കൂ, ഈ 4 × I1 മൈനസ് I2. ഓക്കെ, ഈ ആദ്യം AD എന്ന ബ്രാഞ്ചാണ് നോക്കുന്നത്, 4 × I1 മൈനസ് I2 മൈനസ് 4 × I1 മൈനസ് I2 പ്ലസ് ഇത് നോക്കൂ 2 ohm അല്ലേ, ഇവിടെ CD എന്ന ബ്രാഞ്ചിൽ നോക്കൂ 2 × ആണ്, 2 ohm × I2 മൈനസ് I3 മൈനസ് I1. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം, 2 × I2 പ്ലസ് I3 മൈനസ് I1. ഓക്കെ, ദെൻ മൈനസ് ഇത് നോക്കൂ, ഇങ്ങോട്ടാണ് ഈ I1 എന്ന് പറയുന്നത്, ഇത് രണ്ടും ഔട്ട് ഗോയിങ് ആണ്, ഇത് I1 എന്ന് പറയുന്ന നെഗറ്റീവ് സൈനാണ്. സോ മൈനസ് I1 = 0. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ 1 ആയിട്ട്
ഫോം ചെയ്യുന്നു. ദെൻ അടുത്ത ക്ലോസ്ഡ് ലൂപ്പ് എടുക്കാം. ക്ലോസ്ഡ് ലൂപ്പ് ABCA എന്ന ക്ലോസ് ലൂപ്പ് എടുക്കുമ്പോൾ 10 വോൾട്ട് അല്ലേ, 10 വോൾട്ട് മൈനസ് എത്ര ഓം ആണ്, 1 ഓം. അപ്പം I1 × 1 ഓം. ഓക്കെ, ദെൻ എത്രയാണ്, 4 ഓം I2, 2 ഓം I2 + I3. അപ്പോൾ അത് 3 എഴുതുമ്പോൾ എങ്ങനെ വരും, 10 വോൾട്ട് മൈനസ് 4I2 മൈനസ് 2 × I2 + I3 മൈനസ് I1 = 0. ഓക്കെ, അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം, I1 + 6I2 + 2I3 = 10 എന്ന് എഴുതാം. ഈ 10 വോൾട്ട് നമ്മൾ അപ്പുറത്തേക്ക് എടുക്കുന്നു. I2 -4I2 - 2I2 + I3 - I1. ഓക്കെ, ഇതെല്ലാം കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ എന്ത് കിട്ടി, I1 + 6I2 + 2I3 = 10 എന്ന് കിട്ടി. നിങ്ങൾ ലൂപ്പിൽ നോക്കുക, കറണ്ട് ഓംസ് ലോ ഓർക്കുക, V = IR എന്നുള്ളത്. അപ്പം നമുക്ക് ഈസിലി ഇക്വേഷൻസ് മേക്ക് ചെയ്യാൻ കിട്ടും. സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ എഴുതി. ഇത് നമ്മുടെ തേർഡ് ഇക്വേഷൻ എന്താണ്, ഏത് ലൂപ്പാണ് നമ്മൾ എടുക്കുന്നത്, BCDEB. ഓക്കെ, BCDEB എന്ന ഇക്വേഷൻ എടുക്കുന്നു. അപ്പം നമുക്ക് എന്ത് കിട്ടി, ഇതാണ് നമ്മുടെ അല്ലേ. അപ്പോൾ ഈ 5 വോൾട്ടാണ് നമ്മുടെ ബാറ്ററി, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, 5 - 2 × I2 + I3 -2 × I2 + I3 - I1 = 0. അപ്പോൾ നമുക്കിതിന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും, 2I1 - 4I2 - 4I3 = -5 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ദെൻ നമ്മൾ ഈ 3 ഇക്വേഷനുകളെയും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, I1 = 2.5 ആംപിയർ എന്നും I2 = 5/8 ആംപിയർ എന്നും. നമ്മൾ ഇക്വേഷൻ 3നെയും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് I2 = 5/8 ആംപിയർ എന്നും, ദെൻ എന്താണ് I3 = 17/8 ആംപിയർ എന്നും കിട്ടുന്നു. ഓക്കെ ആണല്ലോ. നമ്മൾ എന്നിട്ട് ഇതിനെന്ത് ചെയ്യുന്നു, ഇപ്പം നമ്മൾ ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, ഓരോ ബ്രാഞ്ചിലും അപ്പം നമ്മൾ ഇനി സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ AB എന്ന ബ്രാഞ്ചിൽ എത്രയാണ്, 5/8 ആംപിയർ. ഓക്കെ, ഓരോ ബ്രാഞ്ച് വൈസ് ചെയ്താണ്. CA എന്നതിൽ എത്രയാണ്, 1/2 ആംപിയർ. പിന്നെ DEB എന്നതിൽ 17/8 ആംപിയർ. ADയിൽ എത്രയാണ്, 17/8 ആംപിയർ. CDയിൽ എത്രയാണ്, 0. ദെൻ BC = എത്രയാണ്, 1/2 ആംപിയർ. ഓക്കെ, നമുക്ക് എല്ലാം കിട്ടി. ഇത് ഉപയോഗിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ലോ വെരിഫൈയും ചെയ്യാം. എങ്ങനെയാണ് സെക്കൻഡ് ലോ വെരിഫൈ ചെയ്യുന്നത്, ക്ലോസ്ഡ് ലൂപ്പ്. ഓക്കെ, ക്ലോസ്ഡ് ലൂപ്പ് BADEB. ഓക്കെ, BADEB നമ്മൾ എടുക്കുമ്പോൾ 5 വോൾട്ട് + 5/8 × 4 × V = മൈനസ്, പരസ്പരം നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം അല്ലേ. 15/8 × 4 × V = 0 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ സെക്കൻഡ് ലോയും അവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കിർച്ചോഫ് ലോയും അതിന് യൂസ് ചെയ്യുന്ന പ്രോബ്ലംസും എന്നുള്ളത്. താങ്ക് യു.